ഈ രൂപത്തിലുള്ള വ്യക്തിപരമായ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ അർത്ഥത്തിൽ ഇവിടുത്തെ പൊതുസമൂഹം തള്ളിക്കളയുമെന്ന് നമുക്കറിയാം. സഖാവ് പ്രതിഭയോടൊപ്പമാണ് കായംകുളത്തെ പൊതുസമൂഹമെന്ന് നമുക്ക് ഇന്നലെ മുതൽ തന്നെ നേരത്തെ തന്നെ അറിയാം. എങ്കിലും ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ വലിയ തോതിൽ ഈ സംഭവത്തെ അപലപിക്കുകയും ഇത് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ മനസ്സ് നമുക്കറിയാം. സാംസ്കാരികമായി ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഈ ഓണാട്ടുകര ഉൾപ്പെടുന്ന നമ്മുടെ ഈ കായംകുളം. തീർച്ചയായിട്ടും ഇതിന് ഈ നാട്ടിലെ ജനങ്ങൾ മറുപടി കൊടുക്കാൻ പോവുകയാണ്. മേലിൽ ഒരു സ്ത്രീയെയും ഇതുപോലെ അപമാനിക്കാനും ആക്ഷേപിക്കാനും ആരും മുതിരാൻ ഇടവന്നുകൂടാ. അതുകൂടി ഈ അവസരത്തിൽ പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത പരിഗണനകൾക്ക് അതീതമായി എല്ലാവരും യു പ്രതിഭയെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തന്നെ ചെയ്യുമെന്ന് നമുക്കറിയാം. അവരോട് വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയുമാണ് ഇവിടുത്തെ വോട്ടർമാരാകെ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടത്തിയിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള ഈ അധിക്ഷേപത്തെ വളരെ ശക്തമായി ഇടതുപക്ഷ മഹിളാ സംഘടനകൾ പ്രതിഷേധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു പ്രതിഷേധ പരിപാടി ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ഒരു സ്ത്രീയെ അപമാനിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല എന്ന നിയമം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്താണ് നമ്മുടെ സഖാവ് പ്രതിഭയെ വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ഇന്നലെ UDF ശ്രമിച്ചത്. അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുന്നു. പ്രിയ സഖാവിൻ അഭിവാദ്യങ്ങൾ. കായംകുളത്തിന്റെ വികസന നായിക പ്രതിഭ സഖാവിൻ അഭിവാദ്യങ്ങൾ. പ്രിയ സഖാവിൻ അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. സഖാവിൻ അഭിവാദ്യങ്ങൾ.